ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാളിയൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചാണ് പഠിച്ചത്. അനന്തശേഷൻ എങ്ങനെ നമ്മുടെ ഭൂമിയെ താങ്ങി നിർത്തുന്നു, ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു, അതൊക്കെ നമ്മൾ പഠിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അനന്തശേഷൻ ചോദിക്കുകയാണ്, എത്ര കാലം ഞാൻ ഇത് പിടിക്കണം? അപ്പം പറഞ്ഞു, എത്രത്തോളം കാലം നീ നിൻ്റെ 1000 നാവുകൾ കൊണ്ട് എന്നെ എൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുക, എൻ്റെ നാമമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്ത ലീലകളൊക്കെ വർണ്ണിക്കുക, എന്നിട്ട് എപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് അപ്പം നിർത്തിക്കോളും. അങ്ങനെയാണ് ഭഗവാൻ അനന്തശേഷനോട് പറയുന്നത്. അനന്തശേഷൻ സാക്ഷാൽ ബലരാമസ്വാമിയുടെ തന്നെ അവതാരമാണ്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോഴും നമ്മുടെ ഈ ഭൂമണ്ഡലത്തിനെ താങ്ങി നിർത്തുകയാണ്. ഭൂമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമി മാത്രമല്ല, സപ്തസമുദ്രങ്ങളും സപ്തദ്വീപം, അതായത് നമ്മുടെ ഭൂമിക്ക് പുറത്തായിട്ടുള്ള ദ്വീപുകളും സമുദ്രങ്ങളും. അത് നമുക്ക് മനുഷ്യർക്ക്, ഈ ഭൂമിക്കകത്തുള്ള മനുഷ്യർക്ക് അത് കാണാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ള നമ്മൾ യോഗ്യരാണ് അതൊക്കെ ആക്സസ് ചെയ്യാനുള്ള കഴിവുകൾ നമുക്കില്ല. അന്നേരം നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടല്ല ഇരിക്കുന്നത്, നമ്മൾ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപകരണങ്ങളൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉപകരണമായ ഈ മനുഷ്യ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പവർഫുൾ AI സോഫ്റ്റ്വെയറായ നമ്മുടെ മൈൻഡ് അത് കുറച്ച് കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊരു ഉപകരണത്തെ ആശ്രയിക്കുകയാണ്. നമ്മൾ ഇപ്പോഴൊക്കെ ടെക്നോളജിയിൽ ഒരുപാട് അഹങ്കരിക്കുന്നു. ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ നമ്മൾ പുറമോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിനായിട്ട് ഞാൻ സത്സംഗത്തിൽ പല പ്രാവശ്യം നൽകിയ ഉദാഹരണമാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം എന്തെങ്കിലും അതിന് ഡിഫിക്കൽട്ടി വരുമ്പോൾ ആ അവയവത്തിൻ്റെ പ്രക്രിയയെ ആർട്ടിഫിഷ്യലി വീണ്ടും നമ്മുടെ ശരീരമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കും. ഉദാഹരണത്തിന് കിഡ്നി ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മൾ ആ ഡയാലിസിസ് പ്രോസസ്സിലൂടെ നമ്മൾ ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തിനെ സഹായിക്കുകയാണ്. അതൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണോ? തീർച്ചയായിട്ടും ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ മെഷീൻ്റെ പ്രോസസ്സ് ആരാ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിനകത്തുള്ള കിഡ്നി. അതായത് ശരീരത്തിനകത്തുള്ള കിഡ്നിക്ക് അത് പ്രവർത്തിക്കാനുള്ള ക്ഷമത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വേറൊരു ഉപകരണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ടെക്നോളജിക്കലി നമ്മളൊരു ഉപകരണത്തെ ആശ്രയിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ശരീരമല്ലേ പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ ടെക്നോളജി അല്ലല്ലോ. അതേപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ മുൻകാലങ്ങളിൽ ഈ ടെക്നോളജിയുടെ ആവശ്യമില്ലായിരുന്നു. പൊതുവേ മോഡേൺ സയൻസ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഇവോൾവ് ആയിട്ട്, അങ്ങനെയൊക്കെ പല സ്പെക്കുലേഷനാണ്. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഇത് കഴിഞ്ഞ ഒരു 200-300 വർഷങ്ങളുടെ ഡിസ്കവറി റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതൊക്കെ പറയുന്നത്, അവകാശപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പേ ഒരു 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 സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യ കൂട്ടായ്മ ഉണ്ടായിരുന്നു. കുറേ ലക്ഷക്കണക്കിന് വർഷം കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള. പക്ഷേ ഇന്നത്തെ ഓരോ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ ഇതിനു മുമ്പേ ഇങ്ങനെയായിരിക്കും, അതായത് നമ്മളൊക്കെ വളരെയധികം ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത വ്യക്തികളായിരുന്നു, ഇപ്പോഴാണ് അഡ്വാൻസ്ഡ് ആയത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള റിസർച്ചുകളെ ലോകം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പല വ്യക്തികളും പറയുന്നു, നമ്മുടെ പൂർവികരൊക്കെ ആഫ്രിക്കക്കാരായിരുന്നു, അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലോട്ട് പോയതാണെന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണല്ലേ. അന്നേരം നമ്മുടെ ഭാരതീയ സംസ്കാരം, നമ്മുടെ ഈ മഹാഭാരതം, ഇതൊക്കെ ഇവിടെ പോകുന്നു അല്ലേ? ഇതൊക്കെ കെട്ടുകഥകളാണ്. അങ്ങനെ കെട്ടുകഥകളാണെന്ന് പറയുകയാണെങ്കിൽ 5000 വർഷം മുമ്പേ ഇത് എഴുതിയതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു 5000 വർഷം മുമ്പേ അത്രത്തോളം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴാണ് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് എങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ ഒരാളുടെ ഇമാജിനേഷൻ ഇത്രയും വലിയൊരു റോയൽ ഫാമിലിയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞാലും ആ സങ്കല്പിക്കുന്നതും എന്തിൻ്റെയെങ്കിലും എവിടെയെങ്കിലും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരാൾ സങ്കല്പിക്കുന്നത്, അല്ലാതെ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? അന്നേരം ഇന്നത്തെ ആൾക്കാർ വലിയ അഡ്വാൻസ്ഡ് സയൻസ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എപ്പോഴും ഓർക്കുക, നമ്മുടെ ശരീരമാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ശരീരത്തിൻ്റെ അവയവവും ഏതെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോഴാണ് മറ്റൊരു ഉപകരണത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. അതേപോലെ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്ന് കരുതിയാലും നമ്മൾ ഹ്യൂമൻ ബോഡി വെച്ച് നമ്മുടെ കഴിവ് കുറഞ്ഞു, നമ്മുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ കഴിവ് കുറഞ്ഞു. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആവുകയല്ല, ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും. തോന്നില്ലേ? കമൻസിൽ ടൈപ്പ് ചെയ്യൂ. അന്നേരം നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ സൂക്ഷ്മ ശക്തികളെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശക്തികൾക്ക് പകരം പുതിയതായി നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷമതയും നഷ്ടപ്പെട്ടു. അതും പറ്റാതെ നമുക്കിപ്പോൾ മറ്റു ഉപകരണങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് പുതിയ പുതിയ ഉപകരണങ്ങളെ കണ്ടുപിടിക്കുന്നത് അത്ര വലിയ അഡ്വാൻസ്മെൻ്റ് അല്ല. കാരണം നമ്മുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിൻ്റെ ആ ഒരു വ്യാപ്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും നമുക്കില്ല. ആ കോൺഷ്യസ്നെസ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശാരീരിക ബോധത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇതൊരു അഡ്വാൻസ്മെൻ്റ് അല്ല, നമ്മൾ ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. എനിവേ, അതുകൊണ്ടാണ് ഒഴുക്കിൻ്റെ പുറകെ പോകാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കണം, വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. അന്നേരം പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, സയൻറ്റിഫിക്കലി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സിനെ സയൻസ് അല്ലെ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കണ്ടീഷൻസിലാണോ അവർ കണ്ടുപിടിച്ച ആ ഒരു തിയറി, അവർക്ക് ഒരു കാര്യം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, അത് എപ്പം ചെയ്താലും അത് കറക്റ്റായിട്ട് വരണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ തിയറി അവർ കണ്ടുപിടിച്ചു, ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും അതേ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും അതേപോലെ ആവർത്തിക്കണം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ നമുക്ക് തോന്നുന്നില്ലേ? ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, അന്നേരം പ്രകൃതിയിലെ ഓരോ പ്രവർത്തനങ്ങളും റിപ്പീറ്റഡായിട്ട് നടക്കുകയാണ്. അന്നേരം അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് നമുക്ക് വിചാരിക്കുന്നത്? ശരി, ഓട്ടോമാറ്റിക്കലി നടക്കുന്നു, പക്ഷെ ഓട്ടോമാറ്റിക് എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ പുറകിൽ ആരും ഇല്ല എന്നല്ലല്ലോ. ഈ ലോകത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഓരോ മെഷീനുകളും, വാഷിംഗ് മെഷീൻ ഏതായാലും ഓട്ടോമാറ്റിക് എന്നതിൻ്റെ അർത്ഥം എന്താ? ആരും ബട്ടൺ ഞെക്കണ്ടേ? ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ പോലും ഞെക്കണ്ടേ? ഓട്ടോമാറ്റിക്കലി ആണോ? അതായത് ഓട്ടോമാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരാൾ അതിൻ്റെ പുറകെ എപ്പോഴും നിൽക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ പ്രവർത്തിപ്പിക്കാൻ അതിൻ്റെ പുറകിൽ ഒരു ഡിസൈനറുണ്ട്. അന്നേരം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ മെഷീനാണ് ഈ ലോകം. അന്നേരം ഇതെങ്ങനെയാണ് ആരും ഇതിൻ്റെ പുറകിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ചില വ്യക്തികൾ പറയുന്നു ഇതിൻ്റെ എക്സാക്ട് റീസൺ നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അന്നേരം ഇതേപോലെ തന്നെ നമ്മൾ അവരോട് തിരിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് റീസൺ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈശ്വരൻ ഇല്ല എന്നും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അന്നേരം എല്ലാം ഊഹാപോഹങ്ങളുടെ കളിയാണ്. വെറും കഴിഞ്ഞ ഒരു 200-300 വർഷത്തിൻ്റെ റിസർച്ച്, അതും ഇംഗ്ലീഷ് കൊളനൈസേഷൻ്റെ പല ബ്രിട്ടീഷ് പല സ്ഥലങ്ങളും പിടിച്ചടക്കി, പല രാജ്യങ്ങളും അവിടെ എന്നിട്ട് അവരുടെ ഭരണം, പിന്നെ അതിനോടൊപ്പം പല ഒന്നിൻ്റെ പുറകെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സ് ആണ് ഈ സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ വേൾഡ് വാറിൻ്റെ സമയത്തും കുറേ വെപ്പൺസൊക്കെ കണ്ടുപിടിച്ചു, അത് വളരെ അത്യാവശ്യമായിട്ട് തോന്നി. അങ്ങനെ കുറേ ഇതിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ മെയിൻ മനുഷ്യത്വമാണ് നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ ഉയർത്തുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചിന്താഗതി, നമ്മുടെ ബോധം, അതൊക്കെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് സ്പോർട്സിൻ്റെ പേരിൽ എത്ര കാശാണ് കളയുന്നതെന്നറിയാം. IPL എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര
ആൾക്കാരാണ് കാശ് കളയുന്നത്. ഭ്രാന്തെന്ന് പറഞ്ഞ ഭ്രാന്താണ്. ഈ ഇടയ്ക്ക് അവർ ജയിച്ചതിൻ്റെ പേരിൽ എത്രയോ ആൾക്കാർ മരിച്ചു ഇവിടെ അതിൻ്റെ സെലിബ്രേഷനിൽ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിൻ്റെ ഭ്രാന്താണ് നോക്കണേ. ഇവർ പറയുന്നു ഭക്തി ഒരു ഭ്രാന്താണ്, ഭക്തി അന്ധവിശ്വാസമാണെന്ന് പറയുന്നു. അന്നേരം ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ പുറകിൽ ഇത്രയും ആൾക്കാർ, ആരാധകർ എന്തിനു വേണ്ടി? ആ വ്യക്തി തന്നെ എല്ലാം വിട്ടിട്ട് വെളിയിലാണ് ഇപ്പം താമസിക്കുന്നത്. കാരണം ആൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ടീമിനെയൊക്കെ വെച്ച് ആളിനെ പോപ്പുലർ ആക്കിയത്. അപ്പോൾ ആൾ തന്നെ അതിൽ നിന്ന് മടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത് വിരാട് കോഹ്ലിയെ കുറിച്ചാണ്. അന്നേരം മറ്റ് പറയുന്ന സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആളിനെക്കാട്ടിയും ടാലൻറ്റഡ് ആയിട്ടും ആളിനെക്കാട്ടിയും കൂടുതൽ ഇതായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അന്നേരം അവരുടെ പുറകെ ഇത്രയും ഫാൻസ് ഇല്ല. കാരണം എന്തോ ഇപ്പം സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അന്നേരം ആ സോഷ്യൽ മീഡിയ പോപ്പുലർ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ആളത് യൂസ് ചെയ്തു, അങ്ങനെ കൂടുതൽ പോപ്പുലറായി. ആളിനിപ്പം കൂടുതൽ ഫാൻസായി. അന്നേരം ആ ഫാൻസ് അന്നേരം ഒരു വ്യക്തിയുടെ പുറകിൽ ഇത്രയും ഫാനറ്റിക് ആവുക വെറും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി. ഓക്കെ, സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു അന്നേരം ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഇതൊക്കെ ഭ്രാന്തല്ലേ? ആക്ച്വലി ഒരു കൂട്ടം ടീംസുകൾ വന്ന് കളിക്കുന്നു, എന്നിട്ട് അതിൻ്റെ പേരിൽ ആ അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, അതിനു വേണ്ടിയാണ് ഇത്രയും കാശ്. ഒന്ന് ആലോചിച്ച് നോക്കും. അന്നേരം ഇതൊക്കെ കാശ് കളയുന്നതിന് തുല്യമല്ലേ? വെറുതെ എടുത്ത് കളയുന്നതിന് തുല്യമല്ലേ? അന്നേരം സിനിമയുടെ കാര്യത്തിലാണെങ്കിലും കോടാനുകോടി രൂപ ചവർ പോലെയുള്ള സിനിമകളാണ് ഉണ്ടാക്കുന്നത്. കള്ളു കുടിക്കാം, മറ്റുള്ളവരെ ചതിക്കാം, മറ്റുള്ളവരെ പറ്റിക്കാം, അഹങ്കാരികളായിട്ട് നടക്കാം, അവിഹിത ബന്ധങ്ങൾ പുലർത്താം, ഇങ്ങനെയുള്ള മെസ്സേജസുകളാണ് ഇന്നത്തെ സിനിമകൾ. ആൾക്കാരെ ഒരു ദയയില്ലാതെ കുത്തിക്കൊല്ലുക, കുത്തിയും വെടിവെച്ചും ബോംബെറിഞ്ഞും കൊല്ലുക. അന്നേരം എത്രത്തോളം പകയും വിദ്വേഷമാണ് യുവതലമുറയുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്നത് നോക്കണം. തമ്മി ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതായിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു ബന്ധമേ ഇല്ല. സമൂഹം അങ്ങനെയാണെന്ന് പറഞ്ഞ് സമൂഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനുമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിലും കുറേ ബിസിനസ്സും ഒക്കെ. വല്ലാത്ത ലോകം തന്നെ. ഇനി 4,27,000 വർഷം ഉണ്ടെന്നാണ് കലിയുഗം. അത്രയും കാലം ഇതൊക്കെ നിൽക്കുമെന്ന് തന്നെ വലിയ സംശയം. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇപ്പം തന്നെ ഇത്രയും അതപ്പതിച്ചു, ഇനി മുന്നോട്ട് എന്തൊക്കെയായിരിക്കും ആർക്കറിയാം. അതുകൊണ്ട് ബുദ്ധിയുള്ള വ്യക്തികൾ ഈ ഭ്രാന്തിൻ്റെ പുറകെ പോവാതെ ഭക്തി, ആധ്യാത്മികമായിട്ട് ഉയരാൻ ശ്രമിക്കൂ. അതാണ് നമ്മൾ മനസ്സിലാക്കി. ഇത് വളരെ സയൻറ്റിഫിക് പ്രോസസ്സാണ്. ഇനി ഭക്തിയുടെ പേരിലും കുറേ അഭിനയവും തട്ടിപ്പും. ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും, അത് ചെയ്താൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പിന്നെ നിങ്ങൾ ഇതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും. കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഗുരുവായൂരപ്പൻ ഇവരുടെ എന്തോ അളിയനാന്നുള്ള രീതിയിലാണത്. ഓക്കെ, നമുക്ക് അതൊക്കെ പറയുന്നത് നല്ല കാര്യം ഭഗവാനുടെ. പക്ഷേ എന്തെങ്കിലും ഒരു റെഫറൻസ് വേണ്ടേ? ഭഗവത്ഗീതയുടെയും ഭാഗവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വായി തോന്നി എന്തും വിളിച്ചു പറയുക. എന്തും വിളിച്ചു പറയുന്നുള്ള വെറും പറയുന്നത് കച്ചവടമാക്കിയിരിക്കുക എന്നുള്ളതാണ്. ശരിയായി, ഈ സിനിമാക്കാരും അവരും ഒക്കെ കമേഴ്ഷ്യലാണെന്ന് പറയാം. പക്ഷേ ഈ ഭക്തിയെ കച്ചവടമാക്കുമ്പോഴും മഹാബോറാണ്, ഭയങ്കര വൾഗറാണ്. അവരെ പറയുന്നത് ഭയങ്കര ഒരു വൾഗാരിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റു വൾഗാരിറ്റിക്കാട്ടി ഏറ്റവും വൾഗറാണ് ഭക്തിയിൽ കച്ചവടം കാണിക്കുന്നത്. അന്നേരം പിന്നെ ഭയങ്കര മഹാബോറാണത്. അതിലെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ? അതിൽ ഫുള്ളിപ്പം തട്ടിപ്പ് കൂടായ്പോണെന്നുള്ളത്. വെറും യൂട്യൂബിലെ വ്യൂസും ഇതിനും വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ ഈ വായി തോന്നി വിളിച്ചു പറയുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ട് നടത്തുക. എന്നിട്ട് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. എന്നിട്ട് അത് ആൾക്കാർ കണ്ടും കേട്ടും അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ആ ഭഗവത്ഗീത എടുത്തൊന്ന് വായിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പം മനസ്സിലാവും എന്താ ശരി എന്താ തെറ്റെന്ന്.
ആരും ഭഗവത്ഗീത എടുത്തൊന്നും തുറന്നു നോക്കുന്നില്ല, ഭാഗവതം പഠിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാ ഊഹാപോഹങ്ങൾ വെച്ച് അവിടുന്ന് ഇവിടുന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തൊക്കെയാണ്, എല്ലാം ഒരു വ്യവസായമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട, മറ്റുള്ളവരെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് വേണമെങ്കിലും കരുതാം. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഈ ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണ്ടേ? നമ്മൾ വീണ്ടും വീണ്ടും എത്രയെത്ര ജന്മങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ആത്മാവ് എത്രയോ അസംഖ്യം കൂടാനുകൂടി ജന്മങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്നതായിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചൂടെ? നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ദയ കാണിച്ചൂടെ? ഇത്രയും കാലം നമ്മൾ ഈ കാട്ടിക്കൂട്ടിയത് വെച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? പല പല അംഗീകാരങ്ങൾ നമ്മൾ ലഭിച്ചു, പല പല പദവികൾ ലഭിച്ചു, ഇത്രയും കാശുണ്ടാക്കി, കാശ് നഷ്ടപ്പെട്ടു, പല വ്യക്തികളെയും വിശ്വസിച്ചു, പലതും ചെയ്തു നോക്കി. ഇതെല്ലാം നമുക്ക് തൃപ്തി നൽകിയോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ചു, പല പല ദൃശ്യങ്ങൾ കണ്ടു, പല ശബ്ദങ്ങൾ കേട്ടു, പല സ്പർശന സുഖം അനുഭവിച്ചു, പല പല പ്രവൃത്തികൾ ചെയ്തു, പല പല അധികാരങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയി. കുറേ സ്ഥലങ്ങൾ നമ്മൾ നമ്മുടേതാക്കി മാറ്റി. ഇതെൻ്റെ സ്ഥലം, അതെൻ്റെ സ്ഥലം, ഇവിടെ ഇതെൻ്റെ വീട്, ഇതെൻ്റെ വസ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ നമ്മൾ കൂട്ടി നോക്കി. ഇതിനിടെ കുറേ നഷ്ടങ്ങൾ വന്നു. ഇതിന് നമുക്ക് എന്തെങ്കിലും എല്ലാം നേടിയാലും നമുക്ക് എന്തെങ്കിലും തൃപ്തി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഒരു നിമിഷം ഒരു വ്യക്തി ചിന്തിച്ചാൽ മതി. ആരും പറയുന്നത് കേൾക്കണ്ട, ഞാൻ പറയുന്നതും കേൾക്കണ്ട. നിങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ ഇങ്ങനെയുള്ള ജീവിതത്തിൽ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അകത്തുനിന്നൊരു ഉത്തരം കിട്ടും, തൃപ്തനല്ല എന്ന്. ആ ചോദ്യം പോലും ആരും ആരോടും ചോദിക്കുന്നില്ല. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ജീവിതമല്ലേ. അതുകൊണ്ട് നമ്മളെങ്കിലും അങ്ങനെ ആയിപ്പോകരുത്. നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില വ്യക്തികൾ പറയും, ഓ എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് ആൾക്കാരെ എന്തോ ഇങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രഭുപാദ് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത്, നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആൾക്കാരല്ല, ബ്രെയിൻ ഗിവിങ് ആൾക്കാരാണ്. ബ്രെയിൻ വാഷ് ചെയ്യുകയല്ല, ബ്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അവരുടെ മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിങ് കാരണം, പുറത്തുള്ള ആൾക്കാരുടെ ബ്രെയിൻ വാഷിങ്, ടി വി, മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം വാഷ് ചെയ്ത് എല്ലാവരുടെയും തല പോയി കിടക്കുകയാണെന്ന്. അന്നേരം നമ്മൾ ഓരോ വ്യക്തികൾക്കും തല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിൻ ബുദ്ധി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ബുദ്ധി ക്ഷയിച്ച് തുരുമ്പടിച്ച് എന്തോ പറയുന്ന ക്ലാവ് പിടിച്ച് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ബുദ്ധി. അതുകൊണ്ട് നമ്മൾ ആ ബുദ്ധി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹൃദയത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. എല്ലാവരും സ്വീകരിക്കുക. നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള ഒഴുക്കിൽപ്പെട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഹരേ കൃഷ്ണ. എന്തായാലും നമുക്ക് സത്സംഗത്തിലേക്ക് എടുക്കാം. ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ ഗുരു പരമ്പരാ മന്ത്രങ്ങൾ, പ്രണാമ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഇഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മമ ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ
സ്വയംരൂപകഥാമയം ദദാതീശ്വരപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാ സഹനലളിതാ ശ്രീവിശാഖാന്വിതംശ്ച നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ ആചാര്യപാദായ കൃപപ്രദായിനേ ഗൗരകഥാദായ ഗുരുഗ്രാമതാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീപാർഷവാനവീ ദേവി ദേദായി കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭുവേ നമഃ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ പാദവൃതവസുദ്ധാനുഹാരിണേ നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബര സാംബോധേ പാദാംബുജായിതേ നമഃ നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായിതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസ്വരൂപ ശ്രീജഗന്നാഥായിതേ നമഃ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വിസേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാം ഭോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപത്രമത ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാരഭിസേവ്യമാനുസ്മരാമി ശ്രീമന്ദ്രാസുരസാരംഭീ വംശീപരത്വരസ്ഥിത കർഷണേശ്വരേ ഗോപീർ ഗോപീനാഥസ്വീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരേ വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തിവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തിവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തിവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. മുഖം കരോതി വാചാലം ബന്ധം ലംഘയതീ യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഹരേ കൃഷ്ണ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് വിചാരിക്കും, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദമൊന്നും വേണ്ടേ? ആനന്ദം അന്വേഷിക്കുക എന്നത് ആത്മാവിൻ്റെ ഒരു പ്രവണതയാണ്. ആനന്ദം അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ ആനന്ദം അന്വേഷിക്കുന്ന സ്ഥലം തെറ്റാണ്. അന്നേരം നമ്മൾ ശരിയായിട്ടുള്ള സ്ഥലത്താണ് ആനന്ദം അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെറിയ താഴ്ന്ന വിഷയങ്ങളിലാണ് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അന്നേരം നമ്മൾ ആത്മാവാണ്. അന്നേരം ആത്മീയ ആനന്ദത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക. അന്നേരം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള അതപ്പതിച്ച ഇന്ദ്രിയ വിഷയങ്ങളിലൂടെയുള്ള ആ സുഖത്തെ നമുക്ക് ത്യജിക്കേണ്ടി വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ ആനന്ദം, ആത്മീയ ആനന്ദം നമുക്ക് ലഭിക്കുമ്പോൾ, ഇന്ദ്രിയ ആസ്വാദനത്തിനപ്പുറത്തായിട്ടുള്ള യഥാർത്ഥ ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമ്പോൾ, ഭഗവാന്റെ ആ കാരുണ്യത്താൽ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് അപ്പോൾ വളരെയധികം സംതൃപ്തി തോന്നും. കോടാനുകോടി രൂപ സമ്പാദിച്ചാലും ഏതൊക്കെ രീതിയിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ കാലാതീതം നമ്മൾ ചെയ്തു നോക്കിയാലും നമുക്ക് ലഭിക്കാത്ത സംതൃപ്തി ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കും നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എളുപ്പമല്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംതൃപ്തി നമുക്ക് ലഭിക്കും. ഏറ്റവും ഉദാഹരണം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ഒരു മാല ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിച്ചാൽ മതി. ഒരു മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ മതി.
നാളെ നിർജ്ജല ഏകാദശിയാണ്. ജലപാനം പോലും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു നോക്കും. എത്ര മനോഹരമായിരിക്കും എന്നറിയാം. അതിൽ ഇത്രയും ജപിക്കുമ്പോൾ അതിൽ ഒരു മന്ത്രമെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആനന്ദം കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ചർച്ച തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ അധ്യായം വളരെ സ്പെഷ്യലാണ്. അത് ഞാൻ മുന്നോട്ട് പറയാം എന്താണെന്ന്. നാരദ മഹർഷി പറയുകയാണ്, ഇതുവരെ കാളിയൻ്റെയും അനന്തശേഷൻ്റെയും ലീലകളാണ് പറഞ്ഞത്. അതിനുശേഷം നാരദ മഹർഷി പറയുകയാണ്, കാളിയമർദ്ദനത്തിൻ്റെ ആ ലീല ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞു ബഹുലാശ്വ രാജാവെ. ഇനി അങ്ങ് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ബഹുലാശ്വ രാജാവ് പറഞ്ഞു, ഒരു ദേവൻ എങ്ങനെയാണോ അമൃത് എത്ര കുടിച്ചാലും മതിയാകാത്തത്, അതുകൂടാതെ ഒരു തേനീച്ച പൂക്കളിൽ നിന്നും എത്ര തേൻ കുടിച്ചാലും മതിയാകാത്തത്, അതേപോലെ ഒരു ഭക്തൻ ഒരിക്കലും ഭഗവാന്റെ ലീലകൾ കേട്ട് മതിയാകത്തില്ല. ഭഗവാൻ കൃഷ്ണൻ കുഞ്ഞായിരുന്ന സമയത്തും ശ്രീമതി രാധാറാണി ഒരുപാട് ദുഃഖത്തിലായിരുന്നു. കാരണം എന്താ, ഭഗവാൻ ഇപ്പം കുഞ്ഞാണല്ലോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് രാധാറാണിക്ക് രാസലീലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നല്ലോ കേട്ടത്. അതുകൊണ്ട് അന്നേരം ഭഗവാൻ പറഞ്ഞിരുന്നു, ഇനി വൃന്ദാവനത്തിൽ വെച്ച് എനിക്ക് വീണ്ടും നിന്നെ കാണാൻ പറ്റുമെന്ന് ഭഗവാൻ രാധാറാണി അടുത്ത് പറഞ്ഞിരുന്നു. അന്നേരം അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് ഭഗവാനും രാധാറാണിയും വൃന്ദാവനത്തിൽ കണ്ടുമുട്ടിയത് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് വൃന്ദാവനത്തിലെ ആ നികുഞ്ചങ്ങളിൽ ഭഗവാനും രാധാറാണിയും ഒന്നിച്ചത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നാരദ മഹർഷി പറയാം. നാരദ മഹർഷി പറഞ്ഞു, ബഹുലാശ്വ രാജാവേ, അങ്ങ് വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഭഗവാന്റെയും രാധാറാണിയുടെയും ഏറ്റവും മംഗളകരമായിട്ടുള്ള ആ ലീലയെക്കുറിച്ച് വർണ്ണിക്കാം. ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയാത്ത ആ ലീലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില വ്യക്തികൾ ഭഗവാന്റെയും രാധാറാണിയുടെ ലീലകളെ ഭൗതികമായിട്ട് കാണും, ഒരു കാമുക ബന്ധം പോലെ. പക്ഷേ ഭഗവാനും രാധാറാണി എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, രാധാറാണി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. അത് നമ്മൾ മറന്നു പോരുത്. അത് വളരെ രഹസ്യമായിട്ടുള്ള വളരെ ഉയർന്ന ലീലകളാണ്. ഭൗതിക നോട്ടത്തിലൂടെ നമ്മളതൊരിക്കലും കാണാൻ ശ്രമിക്കരുത്. എന്തായാലും നമുക്ക് കേൾക്കാം, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പറയുന്നു, ഒരു ദിവസം രാധാറാണിയുടെ വളരെ അടുത്ത സഖിമാരായ ലളിതാ സഖിയും വിശാഖ സഖിയും വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തിൽ പോയി. എന്നിട്ട് രാധാറാണിയെ രഹസ്യമായിട്ട് കണ്ടിട്ട് പറഞ്ഞു, രണ്ട് കൂട്ടുകാരികളും പറഞ്ഞു, ആരെയാണോ ദേവി അവിടുന്ന് എപ്പോഴും ധ്യാനിക്കുന്നത്, ആരുടെ ഗുണങ്ങളെക്കുറിച്ചാണോ ദേവി എപ്പോഴും സ്തുതിക്കുന്നത്, ഒരുപാട് കൂട്ടുകാരോട് കൂടി അദ്ദേഹം വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. രാധ വൈകുന്നേരത്ത് ആള് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വരാറുണ്ട് പശുക്കളുമായിട്ട്. എന്തായാലും രാധ നീ അവനെ കാണണം, വളരെയധികം സുന്ദരനാണ് ആളെന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാധാദേവി പറഞ്ഞു, അവൻ്റെ നല്ലൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ ഒന്ന് നോക്കട്ടെ. അന്നേരം ആദ്യം ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് ആ വ്യക്തിയെ തന്നെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലളിതാ സഖിയും വിശാഖ സഖിയും കൂടെ ഭഗവാന്റെ ഒരു ചിത്രം വരച്ചു. നന്ദമഹാരാജൻ്റെ പുത്രനായ ഭഗവാനെക്കുറിച്ച് അതേപോലെ ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചിത്രം വരച്ചു. എന്നിട്ട് രാധാറാണിക്ക് കൊടുത്തു. രാധാറാണി ആ ചിത്രം കണ്ട ഉടൻ തന്നെ ഭയങ്കര സന്തോഷമായി. ആ ചിത്രത്തെ നോക്കി കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. ഒരുപാട് ആനന്ദവും തോന്നുന്നു, പക്ഷേ ഒരു വിരഹവും അനുഭവപ്പെടുന്നു. അങ്ങനെ വീണ്ടും ബോധം കെട്ടുകയാണ്. അങ്ങനെ രാധാറാണി ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് രാധാറാണി ഒരു സ്വപ്നം കണ്ടു. യമുനാ തീരത്ത് പോകുന്നതായിട്ട്, അവിടെ ഭഗവാൻ കൃഷ്ണനെ കാണുന്നതായിട്ട് രാധാറാണി കാണുകയാണ്.
കാർമുകിൽ വർണ്ണനായ ഭഗവാനെ കണ്ടു. മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, പീതാംബരം ധരിച്ചിരിക്കുന്നു. എന്നിട്ട് ഭാണ്ഡീർ വനത്തിൽ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഇത് നാരദ മഹർഷി ബഹുലാശ്വരാജനോട് പറയാം. രാധാറാണി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരുപാട് വിരഹത്തിൽ അനുഭവപ്പെട്ടു ഭഗവാനിൽ നിന്നും. എപ്പോഴും ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കും രാധാറാണി വിചാരിക്കുന്നു, ഈ ത്രിലോകങ്ങൾ മുഴുവൻ വെറും ഒരു പുല്ലായിട്ട്, ഒരു ചെറിയ ഒരു പുല്ലായിട്ട് മാറിയതായിട്ട് തോന്നുന്നു. അത് നമ്മൾ പറയുന്നില്ല പുല്ല്, ഇതെല്ലാം എനിക്ക് വെറും പുല്ലാണെന്ന് പറയുന്നില്ല. അതേപോലെ രാധാറാണിക്ക് തോന്നുന്നു ഈ ത്രിലോകങ്ങൾ മൊത്തം, ഇതിനകത്തുള്ള എല്ലാ സമ്പദ് സമൃദ്ധിയും ദേവന്മാരും എല്ലാവരും അടക്കം ഭഗവാന്റെ മുമ്പിൽ വെറും പുല്ലായിട്ട് തോന്നുകയാണ് രാധാറാണിക്ക്. അപ്പോൾ രാധാറാണി ആ ജനാലയുടെ അവിടെ ഇട്ട് നിന്നു. എന്നിട്ട് 2 കൂട്ടുകാരികളും ഭഗവാൻ പശുക്കളെ മേയിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ കാണിച്ചു. ഭഗവാനെ കണ്ടിട്ട്, വ്രജത്തിലെ നായകനായ ഭഗവാനെ കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ നടന്നു വരികയാണ്. വനത്തിൽ നിന്നും വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തൂടെ പോവുകയാണ്. ഇത് കണ്ട ഉടനെ രാധാറാണി ബോധം കെട്ടു വീണു. അതേ സമയത്ത് ഭഗവാനും രാധാറാണിയെ കണ്ടു. ഭഗവാനും തീരുമാനിച്ചു രാധാറാണിയെ കാണണമെന്ന്. ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് പോയി, നന്ദ മഹാരാജിന്റെ ഭവനത്തിലേക്ക്. അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ വിരഹത്തിൽ രാധാറാണി ഒരുപാട് ദുഃഖം അനുഭവിക്കുകയാണ്. അപ്പോൾ ലളിതാ സഖിയും വിശാഖ സഖിയും രാധാറാണി ഇങ്ങനെ പറയുകയാണ്. ലളിതാ സഖി ഇങ്ങനെ പറഞ്ഞു, രാധ, നീ എന്താ ഇങ്ങനെ നിന്റെ ബോധം നഷ്ടപ്പെട്ടത്? കൃഷ്ണനെ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ പൂർണ്ണമായിട്ടും കൃഷ്ണനെ സ്നേഹിക്കും. ഇപ്പോൾ നീ ഈ ത്രിലോകങ്ങൾക്ക് ആനന്ദം നൽകുന്ന ആ വ്യക്തിയെ കണ്ടില്ലേ? പക്ഷെ എന്നിട്ടും നീ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുകയാണല്ലോ. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, ലളിത സഖിയുടെ വാക്കുകൾ കേട്ടിട്ട് രാധാറാണി കണ്ണു തുറന്നു. എന്നിട്ട് തൊണ്ടയിടറിക്കൊണ്ട് രാധാറാണി പറയാണ്, അവൻ്റെ തൃപ്പാദം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, ഈ വ്രജത്തെ അലങ്കരിക്കുന്ന അവൻ്റെ തൃപ്പാദം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ജീവൻ തുടരാൻ കഴിയില്ല എന്ന് രാധാറാണി പറയുന്നു. നാരദ മഹർഷി പറയുന്നു, ഈ വാക്കുകൾ കേട്ടിട്ട് ലളിത സഖി ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയി, യമുനാ തീരത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒറ്റയ്ക്കായിരുന്നു ഒരു കദംബവൃക്ഷത്തിൻ്റെ താഴെ. കുറേ ചെടികളൊക്കെ ചുറ്റും ഭഗവാന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ലളിതാ സഖി വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണ, അങ്ങയുടെ ആ സുന്ദര രൂപം കണ്ട ഉടൻ തന്നെ രാധ സ്തംഭിച്ചിരിക്കുകയാണ്. ഒരു ബൊമ്മയെ പോലെ അനങ്ങാതിരിക്കുകയാണ്, ആരോടും സംസാരിക്കുന്നില്ല. അതുകൂടാതെ ദേവിയുടെ ആഭരണങ്ങളൊക്കെ സൂര്യനെ പോലെ, സൂര്യൻ്റെ രശ്മികളെ പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക്ക് പുതിയ വസ്ത്രങ്ങൾ അണിയാനും താല്പര്യമില്ല, സുഗന്ധദ്രവ്യങ്ങളോടും താല്പര്യമില്ല. കൊട്ടാരത്തിലും ദേവിക്ക് ഒരു സന്തോഷവും തോന്നില്ല. പൂക്കൾ പോലും ദേവിക്കിപ്പോൾ ഇഷ്ടമല്ല. ചന്ദ്രൻ്റെ നിലാവ് നോക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവം രാധയ്ക്ക് ദർശനം നൽകണം. ദേവിയുടെ അന്നേരം ഞാൻ ഇവിടെ രാധ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു കഥയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യത നമുക്ക് ആർക്കില്ല. രാധാറാണി, രാധാദേവി, അതേപോലെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ കൃഷ്ണ എന്ന് പറയുന്നത് ഈ ഒരു ഇതിലൂടെയാണ്. നാമം ജപിക്കുമ്പോൾ നമുക്ക് കൃഷ്ണ എന്നും രാധയെന്നും പറയാം. പക്ഷേ ലീലകൾ പറയുമ്പോൾ ആ കഥയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഭഗവാനെയും രാധാറാണിയെ സംബോധന ചെയ്യുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ, രാധാറാണി അങ്ങനെ പറയാവുള്ളൂ കേട്ടോ.
പക്ഷേ ഈ ലീലയുടെ ഭാഗമായിട്ടാണ് ഞാൻ രാധ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ ലളിതാ സഖി പറയുന്നു, രാധയ്ക്ക് ദർശനം നൽകണം, അങ്ങയുടെ ദർശനത്തിലൂടെ രാധയുടെ എല്ലാ ദുഃഖവും മാറും. അങ്ങ് എല്ലാം കാണുന്നുണ്ടല്ലോ, ഈ ലോകത്ത് അങ്ങ് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും. അതുകൊണ്ട് അങ്ങ് ഭഗവാനാണ്. അങ്ങ് എല്ലാവരോടും നിഷ്പക്ഷനാണെങ്കിലും അങ്ങ് അങ്ങയുടെ ഭക്തരുടെ ആരാധനയും പൂജയും സ്വീകരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയം വരും. അതായത് രാധാറാണി ആദ്യം തുടക്കത്തിൽ കണ്ണുപോലും തുറന്നിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അതെല്ലാം ഇതിൽ കഴിയുമ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. അന്നേരം ഭഗവാനെ കണ്ടതല്ലേ എന്നൊക്കെ പറയും. നമുക്ക് ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നാരദ മഹർഷി പറയുന്നു, ലളിതാ സഖിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വലിയ മേഘം ഗർജിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചു. ഭഗവാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേർക്കും ഒരേപോലെ സ്നേഹം ഉള്ളിൽ തോന്നുന്നുണ്ട്. രാധയ്ക്ക് മാത്രമല്ല വിഷമം, എനിക്കും വിഷമമുണ്ട്. രാധ എന്തായാലും എന്നെ സ്നേഹിച്ചേ പറ്റൂ. ഈ ലോകത്ത് രാധയുടെ സ്നേഹത്തിന് തുല്യമായിട്ട് എനിക്ക് വേറൊന്നും പ്രധാനമായിട്ട് തോന്നുന്നില്ല. ഭാണ്ഡീർ വനത്തിൽ വെച്ച് രാധയുടെ ആഗ്രഹം പൂർത്തീകരിക്കുമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും പൂർത്തീകരിക്കും. പരിശുദ്ധരായിട്ടുള്ള ഭക്തർ എപ്പോഴും എന്നെ അനന്യമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനോടും അവർക്ക് ആസക്തിയില്ല. അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും, രാധയും ഞാനുമായിട്ട് വ്യത്യാസമില്ല. രാധയും ഞാനും എൻ്റെ വാസസ്ഥലമായ ഗോലോക വൃന്ദാവനവും തമ്മിൽ വ്യത്യാസമില്ല. ഇതെല്ലാം പരിശുദ്ധമാണ്. മൂഢരായിട്ടുള്ള വ്യക്തികളാണ് എന്നെയും രാധയും വേറെ വേറെയായിട്ട് കാണുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, വേറെ വേറെയായിട്ട് കാണുന്നു എന്നതിൻ്റെ അർത്ഥം വേറെ വേറെയായിട്ട് ആരാധിക്കുന്നതിനെക്കുറിച്ച് തെറ്റാണെന്നല്ല ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു, രാധാറാണി ആരാധിക്കുന്നില്ല. രാധാറാണി ആരാധിക്കുന്നു, ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കില്ല. ഇത് രണ്ടുപേരും ഒരുമിച്ച് വേണം. കാരണം ഒന്നാണ് രണ്ടുപേരും. അതാണ് മനസ്സിലാക്കുന്നത്. അന്നേരം പറയുന്നു, എന്നെയും രാധയും വേറെ വേറെ ആയിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും കാലചക്രത്തിൻ്റെ അധീനതയിൽപ്പെട്ടു പോകും. അവർക്കൊരിക്കലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്നു. ഒന്നും അല്ല ചോദിക്കണേ. അന്നേരം ഇവിടെ എന്താ പറയുന്നത്? അതായത് ഭഗവാൻ കൃഷ്ണനെയും രാധാറാണിയും വേറെ വേറെ ആയിട്ട് കാണുന്നത്. അതായത് ഭഗവാനെ ആരാധിക്കുന്നു, രാധാറാണിയോട് ബഹുമാനമില്ല. രാധാറാണിയെ മാത്രം അംഗീകരിക്കുന്നു, ഭഗവാൻ കൃഷ്ണനെ അംഗീകരിക്കുന്നില്ല. ഇത് രണ്ടും തെറ്റാണ്. ഇത് ഇന്നലെ നാരദ മഹർഷി പറയുന്നു, ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ മുമ്പിൽ ലളിതാ സഖി നമസ്കരിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. രാധാറാണിയുടെ അടുത്ത് പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ലളിതാ സഖി പറഞ്ഞു, നീ എങ്ങനെയാണോ കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് അതേപോലെ കൃഷ്ണൻ നിന്നെയും കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ലതോ, നിങ്ങൾ ഒന്നാണല്ലോ. മൂഢരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ രണ്ടായിട്ട് കാണുന്നത് ദേവി. അതുകൊണ്ട് വേറൊരു മനസ്സിലൊരു വിഷമം വിചാരിക്കാതെ നീ കൃഷ്ണൻ്റെ സേവനം ചെയ്യൂ. കൃഷ്ണനെ ഭക്തിയോടുകൂടി സേവനം ചെയ്യുന്നതിലൂടെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് ലളിതാ സഖി പറയുന്നു. നാരദ മഹർഷി പറയുന്നു, ബഹുലാശ്വ രാജാവേ, അങ്ങനെ ലളിതാ സഖിയുടെ വാക്കുകൾ കേട്ടിട്ട് രാധാറാണി എന്ത് ചെയ്തു? രാസേശ്വരിയായ രാധാറാണിയുടെ കൂട്ടുകാരിയായ ചന്ദ്രാനനെ എടുത്ത് സംസാരിച്ചു. അന്നേരം ചന്ദ്രാനന എല്ലാ തരത്തിലുള്ള ധർമ്മം അധർമ്മം അതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ് ചന്ദ്രാനന എന്ന് പറയുന്ന ഗോപിക. അന്നേരം ചന്ദ്രാനനെ അടുത്ത് എന്താണ് സംസാരിച്ച് നമുക്ക് നോക്കാം. രാധാറാണി പറഞ്ഞു, ഏത് തരത്തിലുള്ള ആരാധനയാണ് ഞാൻ കൃഷ്ണനെ നേടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്.
എന്നിട്ട് ചന്ദ്രാനന എന്ന് പറയുന്ന ഗോപികയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള പൂജയാണ് ഞാൻ ചെയ്യേണ്ടത് കൃഷ്ണനെ എനിക്ക് ലഭിക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രാധാറാണി ചോദിക്കുകയാണ്, ഗർഗമുനിയിൽ നിന്ന് തന്നെ എല്ലാ തരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളും ചന്ദ്രാനന നീ കേട്ടതല്ലേ, അതുകൊണ്ട് പറഞ്ഞു നൽകൂ, ഞാൻ ഏത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കും രാധാറാണി പൂജ ചെയ്യേണ്ട ആവശ്യമുണ്ടോ കൃഷ്ണനെ നേടാനായിട്ട്? അതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതേ ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്, രാധാറാണിയും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല. അത് ലളിതാ സഖിയും പറഞ്ഞു അല്ലേ, നാരദ മഹർഷിയും അംഗീകരിക്കുന്നു, എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നു. ഇത് നമുക്ക് മുന്നോട്ട് കേൾക്കാം. ഇപ്പം നാരദ മഹർഷി പറയുന്നു, രാധാറാണിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ചന്ദ്രാനന ഗോപിക കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് ചന്ദ്രാനന പറഞ്ഞു, രാധേ, നീ തുളസി പൂജ ചെയ്യൂ. തുളസി പൂജ ചെയ്യുന്നതിലൂടെ നിനക്ക് എല്ലാ ഭാഗ്യവും ലഭിക്കും, ഏറ്റവും വലിയ വരദാനം ലഭിക്കും, നിനക്ക് കൃഷ്ണനുമായിട്ടുള്ളൊരു സാമീപ്യം ലഭിക്കുമെന്ന്. എല്ലാ ദിവസവും തുളസിയുടെ ദർശനം എടുക്കുക, തുളസിയുടെ കാല് തൊട്ട് നമസ്കരിക്കുക, എപ്പോഴും തുളസിയെ സ്മരിക്കുക, തുളസിയെ സ്തുതിക്കുക, തുളസിയുടെ മുമ്പിൽ നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക, തുളസി ചെടികൾ നടുക, ആരാധിക്കുക. അതിലൂടെ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക. ഹരേ കൃഷ്ണ. അന്നേരം ആരാണോ ഈ 9 രീതിയിൽ തുളസി ദേവിയെ ആരാധിക്കുന്നത്, കോടാനുകോടി യുഗങ്ങളിൽ ചെയ്ത പുണ്യം അവർക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഏതൊക്കെയാണ് ഈ 9 രീതികൾ? 1, തുളസി ദേവിയെ കാണുക. 2, തുളസി ദേവിയെ തൊടുക. പിന്നെ തുളസി ദേവിയെ ഓർക്കുക, തുളസി ദേവിയെ സ്തുതിക്കുക, തുളസി ദേവിയുടെ മുമ്പിൽ നമസ്കരിക്കുക, തുളസി ദേവിയെടുത്ത് പ്രാർത്ഥിക്കുക, തുളസി ചെടി നടുക, തുളസി ദേവിയുടെ പൂജ ചെയ്യുക. ഹരേ കൃഷ്ണ. ആരാണോ ഈ 9 കാര്യങ്ങൾ ചെയ്യുന്നത്, കോടാനുകോടി യുഗങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. ഹരേ കൃഷ്ണ. അത് എല്ലാ ദിവസവും ഇത് ചെയ്തതിന് എന്തുമായിരിക്കും അല്ലേ? ഇവിടെ പറയുന്നു, ആരാണോ തുളസിച്ചെടി നടുന്നത് അവർക്ക് അവരുടെ കുടുംബം മുഴുവൻ മുക്തരാകും. എത്ര എത്ര ശാഖകളും ഉപശാഖകളും ഉണ്ടോ അത്രത്തോളം പൂർവികർ, അതും ഇനി വരുന്നവർ, അവർ അത്രത്തോളം യുഗങ്ങൾ അവർ ഭഗവാന്റെ ധാമത്തിൽ പ്രവേശിക്കുന്നുണ്ട്. തുളസി ചെടി നട്ടാൽ മാത്രം. ഒന്ന് ആലോചിച്ചു. രാധേ, ഭഗവാൻ കൃഷ്ണന് ഒരു തുളസി ഇല കൊടുക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പൂക്കളും എല്ലാ ഇലകളും നൽകുന്നതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത്. ഒരു തുളസി ഇല കൊടുക്കുന്നതിലൂടെ. ആരാണോ ഭഗവാൻ എന്ത് കൊടുക്കുമ്പോഴും തുളസിയില വെച്ച് കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പാപവും സ്പർശിക്കത്തില്ലെന്നുള്ളത്. തുളസി വനത്തെ സംരക്ഷിക്കുന്നതിലൂടെ അവർ എത്രയോ എത്രയോ സ്വർണവും വെള്ളിയും ദാനം ചെയ്ത ഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. തുളസി ചെടികളെ കൊണ്ട് ചുറ്റി ഇരിക്കുന്ന ഒരു വീട് ഒരു തീർത്ഥസ്ഥലമാണ്. യമ കിങ്കരന്മാർക്ക് അങ്ങോട്ട് പ്രവേശിക്കാനേ കഴിയില്ല. ആരാണോ തുളസി വനം, തുളസികളെ കൊണ്ട് ചെടികൾ നടുന്നത്, അവരുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും, എല്ലാ തരത്തിലുള്ള പാപങ്ങളും നഷ്ടപ്പെടും, അവർ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറും. അവരൊരിക്കലും യമനെ കാണേണ്ടി വരത്തില്ല. ആരാണോ തുളസി ചെടി നടുന്നത്, സംരക്ഷിക്കുന്നത്, വെള്ളം നൽകുന്നത്, കാണുന്നത്, നോക്കുന്നത്, അവരുടെ എല്ലാ പാപങ്ങൾ നശിക്കും. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്ത എല്ലാ പാപങ്ങളും നശിക്കും. ഒരു തുളസിയിലയിൽ
പുഷ്കരം മുതൽ ഉള്ള എല്ലാ തീർത്ഥസ്ഥലങ്ങളും, എല്ലാ പുണ്യനദികൾ, ഗംഗാദേവി ഉൾപ്പെടെ എല്ലാ പുണ്യനദികളും സാക്ഷാൽ ഭഗവാൻ പോലും വസിക്കുന്നുണ്ടെന്ന് ഒരു തുളസി ഇലയിൽ. എത്ര തരത്തിലുള്ള പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ആരാണോ തുളസി മഞ്ജരിയെ ഒന്ന് തൊടുന്നത്, ആ മഞ്ജരിയെ തൊട്ടുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്, അവർക്കൊരിക്കലും യമപുരിയിൽ പോകേണ്ടി വരത്തില്ല. ഇനി അതുകൂടാതെ പറയുന്നു, ആരാണോ തുളസി ദേവിയെ ശരീരത്തിൽ തൊട്ടുവെക്കുന്നത്, അതായത് കണ്ടിമാലയൊക്കെ ഇടുന്നത്, അവർക്കൊരിക്കലും പാപം ലഭിക്കുകയില്ല. എവിടെയാണോ തുളസി ചെടി ഉള്ളത് അവിടെ എവിടെയാണോ ഒരു കൂട്ടം തുളസി ചെടികൾ ഉള്ളത് അവിടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാം. അടുത്ത പറയുന്നു, എങ്ങനെയാണോ ബ്രഹ്മദേവന് 4 വാ കൊണ്ട് പോലും ഭഗവാന്റെ ലീലകൾ പരിപൂർണമായിട്ടും ഭഗവാന്റെ കീർത്തികൾ പരിപൂർണമായിട്ടും പറയാൻ കഴിയാത്തത്, അതായത് അത്രത്തോളം ഭഗവാന്റെ ലീലകളുണ്ട്, അത്രത്തോളം ശ്രേഷ്ഠനാണ് ഭഗവാൻ. അന്നേരം ബ്രഹ്മദേവൻ 4 വായു കൊണ്ട് പോലും പരിപൂർണമായിട്ടും ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാൻ കഴിയില്ല. അതേപോലെ തുളസി ദേവിയുടെയും മഹാത്മ്യം ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല, ബ്രഹ്മദേവന് പോലും. ആരാണോ ചന്ദനവും തുളസിയും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. അതുകൊണ്ട് ചന്ദ്രാനന എന്ന് പറയുന്ന ആ ഗോപിക രാധാറാണിയടുത്ത് പറയുകയാണ്, എല്ലാ ദിവസവും തുളസിയുടെ സേവനം ചെയ്യണം, അങ്ങനെ ഭഗവാൻ നിന്നിൽ സംപ്രീതനാവും പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ചന്ദ്രാനനയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് രാസേശ്വരിയായ രാധാറാണി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തുളസി ദേവിയുടെ സേവനം ആരംഭിച്ചു എന്ന് പറയുന്നു. അങ്ങനെ രാധാറാണി എന്ത് ചെയ്തു? തുളസി ചെടിയെടുത്തു. എന്നിട്ട് കേതകി എന്ന് പറയുന്ന ആ ഒരു വനത്തിൽ ഒരു അമ്പലത്തിൽ ഒരുപാട് രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു അമ്പലം നിർമ്മിച്ചു രാധാറാണി. അത് കൂടാതെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വലിയ കവാടങ്ങളൊക്കെ ഉള്ള ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തെ പോലെ അത്രത്തോളം സമൃദ്ധിയുള്ള ആ ഒരു അലങ്കാരത്തോടു കൂടി ഒരു അമ്പലമൊക്കെ പണിഞ്ഞ് രാധാറാണി അഭിജിത്ത മുഹൂർത്തത്തിൽ ഗർഗമുനിയുടെ നിർദ്ദേശപ്രകാരം തുളസിയുടെ സേവനം ആരംഭിച്ചു. ഇവിടെ പറയുന്നു, അശ്വിന മാസം മുതൽ ചൈത്രമാസം വരെ രാധാറാണി ഈ പ്രതിജ്ഞയെല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഇടയ്ക്കൊരു അത്യാവശ്യ കാര്യം വന്നു. അങ്ങനെ രാധാറാണി അശ്വിന മാസത്തിലെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ ഒക്ടോബർ മാസം, അശ്വിന മാസത്തിലെ പൗർണമി മുതൽ ചൈത്രമാസം, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൻ്റെ ആ ഒരു പൗർണമി വരെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാധാറാണി വ്രതം പാലിച്ചു. മാസങ്ങൾ തോറും രാധാറാണി തുളസി ദേവിക്ക് പാല് അർപ്പിക്കുമായിരുന്നു, കരിമ്പിൻ്റെ ജ്യൂസ് അർപ്പിക്കുമായിരുന്നു, മുന്തിരിങ്ങ ജ്യൂസ്, മാങ്ങാ ജ്യൂസ്, പഞ്ചാമൃതം, പലതരത്തിലുള്ള ജ്യൂസുകൾ കൊണ്ട് ഇങ്ങനെ ആരാധിച്ചു. എന്നിട്ട് വൈശാഖ മാസത്തിൽ വ്രതം പൂർത്തീകരിച്ചു. അങ്ങനെ നാരദ മഹർഷി പറയുന്നു, ബഹുലാശ്വ രാജാവേ, അങ്ങനെ ഗർഗമുനിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം
ചന്ദ്രാനന ഗോപിയെ പറഞ്ഞ പ്രകാരം രാധാറാണി 2,00,000 ബ്രാഹ്മണർക്ക് 56 വിഭവങ്ങൾ ഉള്ള ഒരു സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് രാധാറാണി ഒരുപാട് രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ദാനമായിട്ട് നൽകി. ഗർഗമുനിക്ക് കുന്നുകണക്കിന് സ്വർണങ്ങൾ ദാനമായിട്ട് നൽകി. ഒരുപാട് ഭക്തിയോടുകൂടി ഓരോ ബ്രാഹ്മണർക്കും ഒരുപാട് സമൃദ്ധമായിട്ട് ദാനം നൽകി. ഈ സമയത്ത് ഒരുപാട് വ്രതം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ദേവന്മാരെല്ലാവരും സന്തോഷിച്ചു. അപ്സരസുകളൊക്കെ നൃത്തം ചെയ്തു. എന്നിട്ട് ആ തുളസി മന്ദിരം അവിടെ പുഷ്പവൃഷ്ടി ചെയ്തു. ആ സമയത്ത് ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ നല്ല താമര കണ്ണോടുകൂടി സ്വർണ്ണ കിരീടവും ധരിച്ച് അതിസുന്ദരമായിട്ടുള്ള കുണ്ടലവും ധരിച്ച് 4 കൈകളോടുകൂടി തുളസി ദേവി ദർശനം നൽകി. തുളസി ദേവി പ്രത്യക്ഷപ്പെട്ടു. രാധാറാണിയെ ആലിംഗനം ചെയ്തു. എന്നിട്ട് തുളസീദേവിയുടെ കഴുത്തിൽ വൈജയന്തി മാലയുണ്ടായിരുന്നു. എന്നിട്ടൊരു മഞ്ഞ വസ്ത്രമായിരുന്നു ദേവി ധരിച്ചിരുന്നത്. തുളസീദേവി പറഞ്ഞു, കീർത്തിതയുടെ മകളായ രാധ, ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ്. നിന്റെ ഭക്തിയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ സ്വാമിനി. പക്ഷെ എന്നിട്ടും എൻ്റെ ഒരു ഭക്തയെ പോലെ, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ പോലെ എല്ലാ വ്രതങ്ങളും അവിടുന്ന് അനുഷ്ഠിച്ചു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ അധികം താമസിക്കാതെ തന്നെ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ളൊരു സാമീപ്യം നിനക്ക് ലഭിക്കും എന്ന് തുളസീദേവി പറഞ്ഞു. നീ വളരെയധികം ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാധാറാണി തുളസീദേവിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദത്തിൽ അനന്യമായിട്ടുള്ള പരിശുദ്ധ ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ തുളസീദേവി പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. എന്നിട്ട് തുളസീദേവി അപ്രത്യക്ഷമായി. അപ്പോൾ രാധാറാണി സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയി. അന്നേരം ഇവിടെ പറയുന്നു, ആരാണോ ഈ ഒരു ചരിതം, തുളസീദേവിയുടെ ഈ ചരിതം കേൾക്കുന്നത്, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് നാരദ മഹർഷി പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ചരിതത്തെ ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ കൃഷ്ണനെ നമുക്ക് 3 തലത്തിലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനു മുമ്പായിട്ട് ഒരു വിഭാഗം ആൾക്കാർ, ഭഗവാനെ അറിയാൻ ശ്രമിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി. അത് 5000 വർഷങ്ങൾ ഭഗവാൻ വന്നപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വലിയ പവർഫുൾ വ്യക്തിയാണ്, ആളിവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ നോട്ടത്തിൽ. അന്നേരം ഈ ഗർഗഭാഗവതം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ നോട്ടത്തിലൂടെ ഭഗവാൻ ആരാണ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഭഗവാൻ കൃഷ്ണൻ എല്ലാ വിഷ്ണു സ്വരൂപങ്ങളുടെയും സ്രോതസ്സാണ്, രാധാറാണി ആദിപരാശക്തിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അടുത്തൊരു തലം അവർക്ക് ആക്സസിബിൾ അല്ലാത്തൊരു തലമുണ്ട്. അത് ഭക്തർക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഭഗവാന്റെ വേറൊരു ഗോലോകത്തിൻ്റെ ഒരു തലമുണ്ട്. അവിടെ ഭഗവാൻ നിത്യമായിട്ട് വസിക്കുകയാണ്. അവിടെ എപ്പോഴും ഭഗവാൻ ഈ വ്രജത്തിൽ ചെയ്ത പോലെ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അവിടെ വൃന്ദാദേവിയാണ് തുളസി ദേവി. അന്നേരം വൃന്ദാദേവി രാധാറാണിയുടെ അസിസ്റ്റൻ്റാണ്. അന്നേരം ഇവിടെ എന്തിനാ ഈ ഒരു ചരിതം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
രാധാറാണി നമുക്ക് എല്ലാവർക്കും ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അന്നേരം രാധാറാണി ഇവിടെ പറയും, നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ കൃഷ്ണൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? രാധയും ഞാനുമായിട്ട് വ്യത്യാസമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാൻ തന്നെയാണ് രാധാറാണി, രാധാറാണി തന്നെയാണ് ഭഗവാൻ. അന്നേരം ഭഗവാനെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നു, എങ്ങനെ കാണുന്നു, അതേപോലെ രാധാറാണിയെ കാണണം. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇനി രാധാറാണി ഇവിടെ വരുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല വന്നിട്ടുള്ളൂ, പല പല കൽപ്പങ്ങളിൽ രാധാറാണി വന്നിട്ടുണ്ട് ഭഗവാനോടൊപ്പം. അന്നേരം പല പ്രാവശ്യം പല രീതിയിലാണ് വരുന്നത്. ചില സമയത്ത് രാധാറാണി നേരത്തെ വരും, ചില സമയത്ത് രാധാറാണി പിന്നെ വരും. പിന്നെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? രാധാറാണിയെ എന്താ പറയുന്നേ, ഒരു സ്വർണ്ണ താമരയിൽ വൃഷഭാനുവിന് കിട്ടുന്നതും, പിന്നെ വൃഷഭാനു പ്രാർത്ഥിക്കുകയാണ്, രാധാറാണിൻ്റെ കണ്ണ് തുറക്കുന്നില്ല, രാധാറാണി കണ്ണടച്ചു വെച്ചിരിക്കുകയാണ്, ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്, ഭഗവാനെ കാണുന്നവരൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ സ്പർശിക്കുന്നതിലൂടെ രാധാറാണി കണ്ണ് തുറക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പറയുന്നത്. അങ്ങനെ ഒരു ലീലയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഗർഗഭാഗത്തിൽ നമ്മൾ കാണുന്നത് രാധാറാണി നേരത്തെ വന്നു എന്നാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും അറിയുന്നത്. രാധാറാണി മൂത്തതാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേരം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അന്നേരം രാധാറാണിക്കോ ഭഗവാനോ പ്രായമില്ല. ഇപ്പോൾ 120 വയസ്സുണ്ട് ഭഗവാൻ കൃഷ്ണന് ഭഗവത്ഗീത പറയുമ്പോൾ. പക്ഷെ അങ്ങനെയാണോ? അന്നേരം വർഷക്കണക്കല്ല. അന്നേരം ഒരു വ്യക്തി എത്രത്തോളം വൃദ്ധരായി പ്രായമായി എന്നത് എന്തു പറയുന്നത്, നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷനുണ്ട്. ആ കാൽക്കുലേഷൻ അവിടെ വർക്കാവത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രായം കൂടിയ ആളാണ്. രാധാറാണി ഏറ്റവും പ്രായം കൂടി, സൃഷ്ടിക്കും അപ്പുറത്താണ്, സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളു. അന്നേരം എന്തുമായിരിക്കും പ്രായം ഭഗവാന്റെയും രാധാറാണിയുടെയും? അന്നേരം നമ്മൾ ആ മൂത്തതാണെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ഇനി ബലരാമസ്വാമിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ രേവതി ദേവി, ബലരാമസ്വാമിയുടെ ഭാര്യ, ബലരാമസ്വാമിയുടെ ശക്തിയായ രേവതി ദേവി എന്തു പറയുക, ത്രേതായുഗത്തിലേ ഉണ്ട്, സത്യയുഗത്തിലേ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം സത്യയുഗം മുതലേ, കാരണം ബ്രഹ്മദേവന്റെ അടുത്ത് എന്നിട്ട് രേവതി ദേവിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എൻ്റെ മകൾക്കായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഭർത്താവ് വേണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം ബ്രഹ്മദേവന്റെ ആ സഭയിൽ കയറുന്നതിന് മുമ്പേ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അന്നേരം ബ്രഹ്മദേവൻ എന്തോ മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് യുഗങ്ങൾ കഴിഞ്ഞു പോയി. അല്ല, അത് ലീലയുടെ ഭാഗമാണ്. കാരണം രേവതി ദേവി എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ബലരാമസ്വാമിയുടെ ശക്തിയാണ്. ശ്രീരാമസ്വാമിക്ക് സീതാദേവി എങ്ങനെ, ഭഗവാൻ കൃഷ്ണൻ രാധാറാണി എങ്ങനെ, അതേപോലെ ബലരാമസ്വാമിയുടെ ഭാര്യയാണ് രേവതി ദേവി. അന്നേരം അതൊരു ലീലയുടെ ഭാഗമാണ്. പക്ഷെ എന്നാലും അന്നേരം സത്യയുഗം മുതലേ ബലരാമസ്വാമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അന്നേരം എത്ര പ്രായമായിരിക്കും? അന്നേരം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. നേരത്തെ വന്നാലും പിന്നെ വന്നാലും, മൂത്തതാണെങ്കിലും ഇതാണെങ്കിലും, എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ ഭാര്യ രാധാറാണിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രായത്തിൻ്റെ കണക്ക് ദൈവം അവിടെ കൊണ്ടുവരരുത്. അന്നേരം നമ്മൾ അങ്ങനെയുള്ള മെറ്റീരിയൽ കാൽക്കുലേഷൻ വെച്ചിട്ട് ഭഗവാന്റെ ലീലകളെ അളക്കാൻ നോക്കരുത്. അപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ ഉള്ളിൽ തോന്നും, അപരാധങ്ങൾ തോന്നും. പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. പിന്നെ ഒരിക്കലും ഭഗവാനായിട്ട് എടുക്കാൻ കഴിയില്ല. പല വ്യക്തികളും വിചാരിക്കും, ഭഗവാൻ കുഞ്ഞാണ്, ഗോപികമാരൊക്കെ ഇത്രയും പ്രായമുള്ളവരാണ്, അന്നേരം ഇതൊക്കെ ശരിയാണോ, അതൊക്കെ എന്തുവല്ലേ, ഇതൊക്കെ എങ്ങനെ, എന്തുവല്ലേ ഇതൊക്കെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ആൾക്കാർ. കാരണം അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള യോഗ്യതയില്ല. ഭഗവാന്റെ തലം, ഭഗവാന് എന്തു പറയുന്നത്, ഭഗവാൻ കുഞ്ഞു രൂപത്തിലാണെങ്കിലും വലിയ രൂപത്തിലാണെങ്കിലും ഭഗവാനാണ്. ഭഗവാന്റെ കുഞ്ഞു രൂപം വെറും ലീലയാണ്. നമുക്ക് തോന്നുകയാണ് ഭഗവാൻ കുഞ്ഞായിട്ട് ഇരിക്കുകയാണെന്ന്. അത് ഭഗവാന്റെ ഒരു മായയാണ്. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നേരം ഇവിടെ ബ്രഹ്മദേവന് ഒരു നിയോഗം ഉണ്ടായിരുന്നു, ഭഗവാന്റെ രാധാറാണിയെ വിവാഹം കഴിപ്പിക്കണമെന്ന്. പക്ഷെ മുന്നോട്ട് ഭഗവാൻ ആ കൈശോര പ്രായത്തിലെത്തുമ്പോൾ അത് രഹസ്യമായിരിക്കണം, ആരും അറിയാൻ പാടില്ല. അന്നേരം ബ്രഹ്മദേവൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്, രാധാറാണിയുടെയും ഭഗവാന്റെയും വിവാഹം കഴിപ്പിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുള്ളൊരു നിയോഗം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഭഗവാന്റെയും രാധാറാണിയുടെയും ഈ ലീലകളെ ആരും തെറ്റിദ്ധരിക്കരുത് എന്നും കൂടെ ഉണ്ട്. അതിനും കൂടെയാണ് ഈ ഗർഗഭാഗവതം.
അതുകൊണ്ടാണ് ഗോപികമാരുടെ പൂർവ്വചരിതമൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഇവരൊക്കെ ആരായിരുന്നു, പൂർവ്വജന്മത്തിൽ ആരായിരുന്നു, മിഥിലയിലെ അവരായിരുന്നു, വാനരന്മാരായിരുന്നു, ഋഷിമാരായിരുന്നു. അന്നേരം ഭഗവാൻ അവിടെ നേരത്തെ പ്രഖ്യാപിക്കുകയാണ് ആ ഗോപികമാരൊക്കെ സാധാരണ വ്യക്തികളല്ല എന്ന്. അതേപോലെ രാധാറാണി ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാൻ തന്നെയാണ് രാധാറാണി. പക്ഷെ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള യോഗ്യതയില്ല, അതെല്ലാവരും അറിയേണ്ട ആവശ്യമില്ല. അത് ഭഗവാന്റെ പേഴ്സണൽ കാര്യമാണ്, ഭഗവാന്റെ ലീലയുടെ ഭാഗമാണ്. അതെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നേരം നമുക്കായിട്ട് വേണ്ടി ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ് ഭഗവാൻ. എങ്ങനെ? നമ്മൾ ഏതൊരു കഥ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താ ആഗ്രഹം വരുന്നത്? ഇപ്പം നേരത്തെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നടനോ അല്ലെങ്കിൽ ഒരു സിനിമ, ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയോട് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണാൻ തോന്നും. അതേപോലെ നമ്മൾ ഈ ലീലകൾ കേട്ട് ഭഗവാനോട് ഒരു അട്രാക്ഷൻ തോന്നി ഭഗവാനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴി തുറന്നു തരുവാണ് ഭഗവാൻ. അന്നേരം ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ഭഗവാന്റെ ലീലകൾ ശ്രവിച്ച് നമ്മുടെ ഹൃദയം പരിശുദ്ധമായി നമ്മൾ ഭഗവാനെ അന്വേഷിച്ചിട്ടുണ്ട്. അന്നേരം ഒരു ഭക്തനിലൂടെ നമ്മൾ ഭഗവാനായിട്ട് ഭഗവാന്റെ നിത്യലോകത്തിൽ നമുക്ക് പോകാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അന്നേരം ഇതിനെ സഹായിക്കുന്ന കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് അതാണ് ഇവിടെ പറയുന്നത്. അന്നേരം ഇവിടെ തുളസി ദേവിയുടെ പൂജ എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം തുളസി ദേവിയെ ബഹുമാനിക്കണം. സ്വയം രാധാറാണി എത്രത്തോളം ആദരവ് നൽകുന്നു തുളസി ദേവിക്ക്, മനസ്സിലായില്ല? അന്നേരം ഈ തുളസി ദേവി ആരാ? യഥാർത്ഥ വൃന്ദാദേവിയാണ്, രാധാറാണിയുടെ അസിസ്റ്റൻ്റാണ് നിത്യമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ. അതേ വൃന്ദാദേവി തന്നെയാണ് ഗന്ദകി നദിയായിട്ട് ഒഴുകുന്നതും. ആ നദിയുടെ തീരത്തുള്ള ചെടികളാണ് തുളസി ചെടികൾ. ആ തുളസി ചെടിക്കും ഒരു ചരിതമുണ്ട്, അതറിയാലോ. ജലന്ധർ എന്ന് പറയുന്ന ആസുരനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചരിതം തുളസി ദേവിയുടെ. പക്ഷെ തുളസി ദേവി ഈ ഭൂമിയിൽ വരാൻ പല പല ലീലകളുണ്ട്, പല പല കഥകൾ, പല പല പുരാണങ്ങൾ പറയും. ഇതെല്ലാം സത്യം തന്നെയാണ്, ഇതൊന്നും തെറ്റല്ല. പല പല രീതിയിൽ വരുന്നതാണ്, പല പല കാലങ്ങളിലായിട്ട്. അതേപോലെ രാധാറാണിയും പല പല കാലങ്ങളിലായിട്ട് വന്നതാണ്. അന്നേരം പല രീതിയിലായിട്ട് അവതരിക്കുന്നു. ഇപ്പം നരസിംഹസ്വാമി വന്നത് തൂണിൽ നിന്നാണ്, അല്ലേ? അന്നേരം ഭഗവാൻ എങ്ങനെ വേണമെങ്കിലും വരാം, രാധാറാണിക്കും എങ്ങനെ വേണമെങ്കിലും വരാം. ഗോവർദ്ധന പർവ്വതം എങ്ങനെയൊക്കെയാണ് വന്നത് നമ്മൾ പഠിച്ചില്ലേ? ദ്രോണപർവ്വതത്തിൻ്റെ മകനായിട്ട് അത് നമ്മൾ പഠിച്ചു, അല്ലേ? അന്നേരം അതേപോലെ ഭഗവാനും രാധാറാണിയും ഭഗവാന്റെ പാർഷദനും ഈ ലോകത്തിൽ വരാൻ പല പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, തുളസി ദേവിയെ എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ തുളസി ഇലയിട്ട് വെള്ളം തിളപ്പിക്കുന്നു, ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. തുളസി ചെടിയെ നമ്മൾ ബഹുമാനിക്കണം. എത്രത്തോളം നമ്മൾ തുളസി ചെടിയെ ബഹുമാനിക്കുന്നു അത്രത്തോളം ഭഗവാൻ നമ്മൾ ഹാപ്പിയാണ്. തുളസി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. നമ്മുടെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തർക്ക് അറിയാം, ആശ്രമത്തിൽ രാവിലെയും വൈകിട്ടും തുളസിക്ക് പൂജ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. തുളസി ആർത്തി നമ്മൾ ചെയ്യുക. അത് പ്രഭുപാദജി നമ്മൾ പഠിപ്പിച്ചതാണ്, ഗുരു മഹാരാജ് പഠിപ്പിച്ച് നൽകിയതാണ്. അതായത് എന്തിനു വേണ്ടി നമ്മൾ അത് ചെയ്യുന്നു? എന്തിനു നമ്മൾ കണ്ടിമാല ധരിക്കുന്നു, അല്ലേ? എന്തിന് കണ്ടിമാല ധരിക്കുന്നു? എന്തിന് തുളസി പൂജ ചെയ്യുന്നു? നിവേദ്യം കൊടുക്കുമ്പോൾ ഒരു തുളസി ഇല വയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ ആ വൈഷ്ണവ പരമ്പരയുടെ പ്രോസസ്സാണ്. രാധാറാണി സ്വയം പാലിച്ച കാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തുളസി ദേവി എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിലൂടെ പഠിക്കേണ്ടത്. പിന്നെ ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും കണ്ടുമുട്ടുന്നത് ഇങ്ങനെയൊക്കെ പല രീതിയിലും. ചിലപ്പം കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, രാധാറാണി കണ്ണും തുറക്കാതിരിക്കുമ്പോൾ ഭഗവാൻ വന്ന് തൊടുമ്പോൾ രാധാറാണി കണ്ണു തുറക്കുന്നതായിട്ടുണ്ട്. പിന്നെ ഇത് രാധാറാണി നേരത്തെ വന്നിട്ട് ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് അങ്ങനെയുണ്ട്. അതെങ്ങനെയാവാം. പക്ഷേ നേരത്തെ വന്നാലും പിന്നെ വന്നാലും രാധാറാണിക്ക് എപ്പോഴും കുഞ്ഞ് നിന്ന് കൈശോര പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാധാറാണിക്ക് എപ്പോഴും 14.5 വയസ്സാണ്. അതിനപ്പുറം പ്രായം കൂടത്തില്ല രാധാറാണിക്ക്. അതായത് വൃദ്ധാവസ്ഥ ഇല്ല രാധാറാണിക്ക്. കിഷോരി ആ കൈശോര പ്രായത്തിൽ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണനും അതേപോലെ. ഭഗവാൻ കൃഷ്ണൻ കുഞ്ഞായിട്ട് വലുതായി 15.5 വയസ്സ്, അതിനപ്പുറം വൃദ്ധാവസ്ഥയില്ല. അന്നേരം നമ്മൾ ചില ആൾക്കാർ അതെങ്ങനെയാണ്, അതെന്താ പ്രായം കൂടാത്തത്, അതെന്താ പ്രായം കൂടുക? എന്തിനു പ്രായം കൂടണം? അത് ഭഗവാനല്ലേ. പ്രായം കൂടി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ എങ്ങനെയാണ് ആവുന്നത്? അന്നേരം ഇതൊരു സങ്കല്പമാണല്ലേ? അല്ല, നമ്മുടെ ശരീരമാണ് പ്രായം കൂടുന്നത്. അവരുടെ ശരീരം ആധ്യാത്മിക ശരീരം. ഭഗവാന്റെ രാധാറാണിയുടെ ശരീരം മനുഷ്യ ശരീരമല്ല. ദേവന്മാർക്ക് പോലും വൃദ്ധാവസ്ഥയില്ല.
പിന്നെ ഭഗവാനും രാധാരാണിക്കും എങ്ങനെയാണ് വൃദ്ധാവസ്ഥ വരുന്നത്? മനസ്സിലായില്ലേ? കാരണം ഈ ശരീരമാണ് ഓൾഡ് ആവുന്നത്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ, വൃദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷമത ക്ഷയിക്കും. അതിനെയാണല്ലോ വൃദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഭഗവാന്റെയും രാധാരാണിയുടെയും നിത്യപാർഷദരായിട്ടുള്ളവരുടെയും ശരീരം അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അന്നേരം നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇത് ഭൗതിക ലോകം, ഇത് ഭൗതിക ശരീരം, അതുകൊണ്ട് ഇതിങ്ങനെ. ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു, കുറച്ചു കാലം നിലനിൽക്കും, വലുതാവും, കുറച്ചു കാലം നിലനിൽക്കും, അതിൽ നിന്ന് പല പല ബൈ പ്രൊഡക്ട്സ് വരും, പിന്നെ നശിക്കും. ഈ ഒരു സൈക്കിൾ ഈ ലോകത്തുള്ളത്. കാരണം ഇത് എന്നെന്നും നിലനിൽക്കേണ്ട ലോകമല്ല, അതുകൊണ്ട്. പക്ഷെ നമുക്ക് ഇതാണ് ഇഷ്ടം. എന്തുകൊണ്ട്? ഭഗവാനിൽ നിന്ന് അകന്നൊരു ലോകം ആഗ്രഹിക്കുന്നു. അന്നേരം ഭഗവാനിൽ നിന്ന് അകന്നൊരു ലോകം നമ്മൾ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ താൽക്കാലിക ലോകം ഭഗവാൻ നൽകിയത്. പക്ഷേ ഭഗവാന്റെ നിത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ലോകമുണ്ട്. അവിടെയാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയില്ലേ? അന്നേരം നമ്മൾ ഈ താമസിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൗതിക ലോകമാണ്. നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എങ്ങനെയാണ്? നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ജനിക്കുന്നു, പിന്നെ നമ്മൾ കുഞ്ഞായിട്ട്, പിന്നെ വലുതായി യൗവനാവസ്ഥയിൽ നിന്നും പിന്നെ വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നു, പിന്നെ മരണം. മരണം എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരം പോകുന്നു. പക്ഷെ നമ്മൾ മരിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് മോഡേൺ സയൻസിനെ തെറ്റുന്നത്. മോഡേൺ സയൻസ് എന്താ വിചാരിക്കുന്നത്? ആത്മാവിൻ്റെ കോൺസെപ്റ്റിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ വിചാരിക്കുന്നു ഈ കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇവോൾവ് ആകുന്നത് എന്ന്. അന്നേരം നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, ആരാണ് ഇവോൾവ് ആവുന്നത്? ഇവോൾവ് ആവുന്നതിൻ്റെ അർത്ഥം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. അതായത് രൂപാന്തരപ്പെടുന്നു. അതായത് ബാക്ടീരിയ ഇങ്ങനെ ട്രാൻസ്ഫോംഡ് ആയിട്ട് അത് പിന്നെ നമ്മൾ ഇങ്ങനെ ആകുന്നു എന്ന് പറയുന്നു. അതായത് ഇങ്ങനെ ആകുന്നു എന്നതിൻ്റെ അർത്ഥം തുടർച്ചയായിട്ട് ഒരു വ്യക്തി ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്നു ബാക്ടീരിയ അല്ലെങ്കിൽ അമീബ അതൊക്കെ മാറി രൂപാന്തരപ്പെട്ട് അവർ മനുഷ്യരായി എന്ന് പറയുന്നു. പക്ഷെ മനുഷ്യരായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരേ വ്യക്തി തന്നെയാണോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരേ വ്യക്തി തന്നെയാണോ ഇങ്ങനെ രൂപം മാറിക്കൊണ്ട്? ഒരു വ്യക്തി ബാക്ടീരിയ ആയിരുന്നു, അമീബയായിരുന്നു, പിന്നെ അതൊരു ഒരു ജലജീവിയായി, പിന്നെ കരജീവിയായി, പിന്നെ അത് കുരങ്ങനായി, എന്നിട്ട് അതേ വ്യക്തി തന്നെയാണോ മനുഷ്യനാവുന്നത്? അന്നേരം ഇവരാരും മരിച്ചിട്ടില്ലേ? അന്നേരം ഇവരുടെ സിദ്ധാന്ത പ്രകാരം സൃഷ്ടി കെമിക്കൽസിലൂടെയും ഇങ്ങനെയുള്ള ഇതിലൂടെയും എവല്യൂഷൻ തിയറി പ്രകാരമാണ് എങ്കിൽ അന്നേരം അവരെല്ലാവരും മരിച്ചോ അതോ അവർ തുടരുകയാണോ? അതേ വ്യക്തികൾ തന്നെയാണോ തുടരുന്നത്? അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഊഹാഭോഹങ്ങളാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അന്നേരം അവർ പറയുകയാണ് ഒരേ വ്യക്തി തന്നെയാണ് മാറുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ശരീരത്തിൻ്റെ രൂപമാറ്റത്തിൽ മാറ്റപ്പെടാത്തൊരു വ്യക്തി അതിൻ്റെ ഉള്ളിലുണ്ടെന്നല്ലേ അവർ അംഗീകരിക്കുന്നത്. അതിനെ തന്നെയല്ലേ ആത്മാവെന്ന് പറയുന്നത്. അന്നേരം അവരുടെ തിയറി കംപ്ലീറ്റ്ലി ബോഗസും നിരർത്ഥകമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. കുറേ ലാറ്റിൻ വേർഡ്സും അതൊക്കെ കൂട്ടിക്കലർത്തി എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ മനുഷ്യന് മനസ്സിലാവുന്ന സിമ്പിൾ ലോജിക് ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു എത്ര നിരർത്ഥകമാണെന്ന് പറഞ്ഞാൽ. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ നമ്മുടെ ശരീരം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമ്മൾ ചേഞ്ച് ആവുന്നില്ലല്ലോ. നമ്മുടെ ബുദ്ധി അതൊക്കെ ഇവോൾവ് ആവുന്നു, നമ്മുടെ എക്സ്പീരിയൻസ്. പക്ഷെ ഞാനെന്നുള്ള ഐഡൻറ്റിറ്റി അത് കുട്ടിക്കാലത്തും ഇന്നും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയല്ലേ. ജനനത്തിന് മുന്നേ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, മരണത്തിന് ശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് പറയുന്നു. കുട്ടിക്കാലം മുതൽ ആ ഒരു കൗമാരപ്രായം കൈശോരപ്രായത്തിലേക്ക് എത്തി, പിന്നെ നമ്മൾ യൗവനാവസ്ഥയിലെത്തി വൃദ്ധാവസ്ഥയിലേക്ക് എത്തുന്നു. അന്നേരം ശരീരം മാറിക്കൊണ്ടേയിരിക്കുമല്ലേ. പക്ഷെ ഞാനെന്നുള്ള ഐഡൻറ്റിറ്റി മാറുന്നില്ലല്ലോ. എൻ്റെ അർത്ഥം പുറത്തുള്ള മാറ്റത്തിൽ മാറാത്ത, വേറെ ഒരിക്കലും മാറാത്ത
ഒരു മാറ്റമില്ലാത്ത വേറൊരു വസ്തു അകത്തിരിപ്പുണ്ട്. അതിനെയാണ് ആ ഞാനെന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത്. അതിന് മാറ്റമില്ലല്ലോ. ആ പുറത്തുള്ള മാറ്റത്തിനനുസരിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഇത് നമ്മളാണെന്ന്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അകത്തുണ്ട്. അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മീയ ശരീരത്തിന് നാശമില്ല. അന്നേരം ഈ ജന്മത്തിനകത്തു പോലും, ഈ ജന്മത്തിൻ്റെ ഉള്ളിൽ പോലും, ഉള്ളിലിരിക്കുന്ന നമുക്ക് മാറ്റമില്ലെങ്കിൽ ജനനത്തിന് മുമ്പേ എങ്ങനെ മാറ്റം ഉണ്ടാവും, മരണത്തിന് ശേഷം എങ്ങനെ മാറ്റം ഉണ്ടാവും, നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ എല്ലാ സ്രോതസ്സായ ഭഗവാനും ആത്മീയ ശരീരമുണ്ട്, രാധാറാണിക്കും ആത്മീയ ശരീരമുണ്ട്. അന്നേരം ആ എല്ലാ പാർഷദർക്കും ആത്മീയ ശരീരമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയ ലോകമുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഭൗതിക ലോകത്താണ്, അത് ആധ്യാത്മിക ലോകം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സത്സംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അന്നേരം ഭഗവാനും ഭഗവാന്റെ പാർഷദനും രാധാറാണിയും അന്നേരം ഭഗവാനും രാധാറാണിയും ഒരാൾ തന്നെയാണ്. അത് ലീലയുടെ ഭാഗമാണ്. അന്നേരം നമ്മൾ ഭഗവാനെയും രാധാറാണിയും ഒരേപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം. ഭഗവാനെ മാത്രം ആരാധിക്കുന്നു, രാധാറാണിയെ ആരാധിക്കുന്നില്ല, തെറ്റാണ്. രാധാറാണിയെ മാത്രം ആരാധിക്കുന്നു, ഭഗവാനെ ആരാധിക്കുന്നു, അതും തെറ്റാണ്. രണ്ടുപേരെയും നമ്മൾ ആരാധിക്കണം. കാരണം ഒരേപോലെ രണ്ടുപേരും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ. അന്നേരം രാധാറാണി തുളസി പൂജ ചെയ്യുന്നത് നമുക്ക് പ്രചോദനം നൽകാനും തുളസി ദേവി എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് ഇന്നത്തെ സത്സംഗം നമുക്ക് പഠിക്കേണ്ടത്. ഇത് നമ്മൾ നാളെ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നിർജ്ജല ഏകാദശിയാണ്. എല്ലാവരും നിർജ്ജല വ്രതം എടുക്കുക. എങ്ങനെയാണ് ഇത് നോക്കേണ്ടത്? ഇതിനു മുമ്പേ ഒരു വീഡിയോ നമ്മുടെ ഗോലോകം TV ചാനലിൽ വന്നിട്ടുണ്ട്, എല്ലാവരും നോക്കുക. അന്നേരം ഗോലോകം TV യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഗോലോകം TV എന്ന്. അന്നേരം നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും ഒരുപാട് പേര് ചാനലിനെ കുറിച്ച് അറിയുന്നില്ല. നമ്മുടെ ഒരു പുതിയ ചാനലാണ്, അതിൽ ധാരാളം ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് വരുന്നുണ്ട്. അന്നേരം ഗോലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പല വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോസും വരുന്നുണ്ട്. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, പുതിയ ആൾക്കാർക്കും ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് കണ്ടൻറ്റ് അതിൽ വരുന്നുണ്ട്. ഏകാദശി മഹാത്മ്യം, ഏകാദശി വ്രതം എങ്ങനെ എടുക്കണമെന്നൊക്കെ. അത് പ്രകാരം നാളെ രാവിലെ സൂര്യോദയം മുതൽ അടുത്ത ദിവസത്തെ സൂര്യോദയം വരെ ജലപാനം കഴിക്കരുത്. അന്നേരം ഒരുപാട് ഏകാദശികളുണ്ട് വർഷത്തിൽ. ഒരു മാസം 2 ഏകാദശി വെച്ചുണ്ട്. അന്നേരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഏകാദശികൾ, എല്ലാ ഏകാദശിയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നാളത്തെ ഏകാദശിയുടെ പ്രത്യേകത പാണ്ഡവ ഏകാദശി എന്ന് പറയും, നിർജ്ജല ഏകാദശി എന്ന് പറയും. കാരണം ഭീമസേനൻ പ്രത്യേകിച്ച് വ്യാസമഹർഷിക്ക് റിക്വസ്റ്റ് ചെയ്തതാണ്. കാരണം ഭീമസേനൻ്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്, പെട്ടെന്ന് ഭക്ഷണം ദഹിക്കണം. കാരണം അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഭീമസേനൻ്റെ ശരീരം ഒരു പ്രത്യേക രീതിയിലാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അന്നേരം ഭക്ഷണം കഴിയുമ്പോൾ പെട്ടെന്ന് അത് ദഹിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കുകയും ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഭീമസേന. അന്നേരം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ആൾ വലിയ ശാപ്പാട് പ്രിയനാണെന്ന് അങ്ങനെയൊന്നും കരുതരുത്. ഭഗവാൻ വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്ന ആളാണ് ഭീമസേന. അത് ഭഗവാന്റെ ഒരു നിയോഗമാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്നേരം ഭീമസേന ഏകാദശി വ്രതം എടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. അപ്പോഴാണ് വ്യാസമഹർഷി പറഞ്ഞത്, ഈ ഒരു ഏകാദശി നോക്കിയാൽ മതി, പക്ഷേ ടഫായിട്ട് നോക്കണം, ജലം പോലും ഉപയോഗിക്കാതെ, ജലം പോലും കുടിക്കാതെ. അങ്ങനെയാണ് നിർജ്ജല ഏകാദശി വന്നത്. അന്നേരം ഈ ഒരു ദിവസം നിർജ്ജല വ്രതം എടുക്കുന്ന എല്ലാവർക്കും 1 വർഷത്തെ ഏകാദശി നോക്കിയതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കേണ്ടത്? വെള്ളമൊന്നും കുടിക്കുക, അയ്യോ ഞാൻ വെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ഭഗവാന്റെ നാമം ജപിക്കുക. എല്ലാം നമ്മുടെ മനസ്സിൻ്റെയാണ്. വിശപ്പ്, ദാഹം, ഇതെല്ലാം, ഉറക്കം, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ കളികളാണ്. നമ്മുടെ മനസ്സിന് തോന്നുകയാണ് കഴിച്ചേ പറ്റുമെങ്കിൽ കഴിച്ചേ പറ്റൂ, മനസ്സിന് തോന്നുകയാണ് കുടിച്ചേ പറ്റുമെങ്കിൽ കുടിച്ചേ പറ്റൂ, ഉറങ്ങിയേ പറ്റൂ എന്നില്ല. അന്നേരം നമ്മൾ ആ മനസ്സിനെ ഭഗവാനിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുക, ഭഗവാന്റെ നാമജപത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുക, ഭക്ത കൂട്ടായ്മയിൽ കീർത്തനം ചെയ്യുക, സേവനങ്ങൾ ചെയ്യുക. അതിൽ നമ്മുടെ മനസ്സ് അബ്സോർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കത്തില്ല. അങ്ങനെ നമുക്ക് അനുഗ്രഹം കിട്ടും. ഓക്കെ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.